ദിവിഷ്, ആലപ്പുഴ ശരിക്കും VSന്റെ കർമ്മ മേഖലയായിരുന്നു എന്ന് പറയാം. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി അംഗമായി പ്രവർത്തിച്ചു തുടങ്ങുന്നത് ആലപ്പുഴയാണ്. പി കൃഷ്ണപിള്ള അദ്ദേഹത്തെ കണ്ടെടുക്കുകയും അതുപോലെ തന്നെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പി കൃഷ്ണപിള്ള കണ്ടെടുത്ത രക്തതാരകമാണ് VS എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. VSൽ ശ്രീ പി കൃഷ്ണപിള്ള ഒരു വലിയ തൊഴിലാളി നേതാവിനെ കണ്ടെത്തുകയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ തന്നെ കഴിവുള്ള ഒരു നേതാവിനെ കണ്ടെത്തുകയും ഒരു ഭരണാധികാരി കണ്ടെത്തുകയൊക്കെ ചെയ്തിരിക്കാം. അങ്ങനെ അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ള വിശ്വാസമൊന്നും ഒരുപക്ഷെ പി കൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിലെ പാവപ്പെട്ടവരുടെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അതിലിടപെടാനും അവരെ സംഘടിപ്പിക്കാനും അവരെ പാർട്ടിയിലേക്ക് കണ്ണു ചേർക്കാനും ഒക്കെ VSനെ പോലുള്ള പുതിയ റിക്രൂട്ടുകളെ കണ്ടെത്തുന്ന ദൗത്യത്തിലായിരുന്നു പി കൃഷ്ണപിള്ള പോലുള്ള നേതാക്കൾ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ നേതാക്കൾ കണ്ടെടുത്ത ഒരു അന്നത്തെ ഭാവി വാഗ്ദാനമായിരുന്നു VS. അതുകൊണ്ട് തന്നെ ആലപ്പുഴ VSന്റെ കർമ്മ മേഖലയെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വലിയൊരു ശക്തി കേന്ദ്രം സ്വാധീന മേഖലയാണ്. എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കണ്ണൂരിലെ പോലെ തന്നെ വലിയ ജനപിന്തുണ ഉണ്ടായിരുന്ന വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലയാണ് ആലപ്പുഴ ജില്ലയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെൻറ്റർ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നൊക്കെ പറയാവുന്ന രണ്ട് ജില്ലകളാണ് കണ്ണൂരും ആലപ്പുഴയും. അത് ഒരുപക്ഷെ പുന്നപ്ര വയലാർ സമരത്തിൻ്റെയൊക്കെ പ്രദേശമായതുകൊണ്ടാവാം, അതുപോലുള്ള കാർഷിക മേഖലകൾ ആയതുകൊണ്ടാവാം. ശരി പ്രമേഷ്, നമുക്ക് തുടരാം, വേഗത്തിൽ തിരികെ എത്താം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി വീണ്ടും VSന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്.